വളരെ ഹൈപ്പൊന്നും ഇല്ലാതെ ഇറങ്ങിയ ഒരു ചലച്ചിത്രമായിരുന്നു ബ്ലാസ്റ്റ് എന്ന് പറയുന്ന തമിഴ് ചലച്ചിത്രം. നമ്മുടെ ആക്ഷൻ കിങ് എന്ന് പറയുന്ന അർജുൻ സർജിയും അതേപോലെ തന്നെ അഭിരാമിയും പ്രീതി മുകുന്ദനും ഒക്കെയാണ് ഇതിൽ മെയിൻ ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്നത്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇതിന്റെ പല സീനുകളും റീൽസിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടപ്പോൾ തന്നെ കൊള്ളാലോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ പടമാണെന്ന് അറിഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ ഇതേപോലെ കുറെ ആളുകളൊക്കെ ചിന്തിക്കുന്നുണ്ടാവും. സോ ബ്ലാസ്റ്റിനെ കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. 2-2.5 മണിക്കൂർ വളരെ എൻജോയ് ചെയ്ത് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന പക്ക തിയേറ്ററിൽ സ്റ്റഫായിട്ടുള്ള ഒരു മൂവിയാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതിന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ സിനിമ നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഈ പടം കാണുന്ന സമയത്ത് മലയാളത്തിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു സിനിമയായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റെഫറൻസ് തോന്നും. പക്ഷെ രണ്ട് രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലോജിക്കോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്. ലോജിക്കോ കാര്യങ്ങളോ ഒന്നും വെച്ച് ഈ സിനിമയെ അനലൈസും ചെയ്യരുത്. പക്ഷെ അതൊന്നും ഇല്ലാതെ നമ്മളെ ഇമോഷണലി ലോക്ക് ആക്കിക്കൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഭയങ്കര ഒരു മൈലേജ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു മൈലേജ് ഉള്ള സിനിമ തന്നെയാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്ന, ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പടം. ഒറ്റ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തമിഴ് കുടുംബത്തിലേക്ക്, ഒരു പാവം കരാട്ട മാസ്റ്ററുടെ തമിഴ് കുടുംബത്തിലേക്ക് ക്ഷണിക്കപ്പെടാത്ത കുറച്ച് അതിഥികൾ എത്തി. അവരുടെ ജീവിതത്തിൽ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായി. ആ പാവം ഫാമിലി അതെങ്ങനെ നേരിടുന്നു എന്നുള്ളതാണ് ഈ പടത്തിൽ നിങ്ങൾ കാണുന്നത്. ഈ പടം കണ്ടു കഴിയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഗേൾസിന് കുറേ കാര്യങ്ങൾ തോന്നും. എനിക്ക് കണ്ടപ്പം തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫിസിക്കൽ ഫിറ്റ്നസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. ഒരാൾ നമ്മളെ നേരെ മുന്നോട്ട് വരുമ്പോൾ നോ പറയാനും പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കാനും ഒക്കെയുള്ള ഒരു കോൺഫിഡൻസ് നമുക്കുണ്ടാവണമെങ്കിൽ നമ്മൾ നമ്മുടെ ബോഡിയും കൂടെ ഒന്ന് ക്യാപ്പബിളാക്കി നിർത്തണം എന്നുള്ളതൊക്കെ ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. ഷുവറായിട്ട് നിങ്ങൾക്ക് തിയേറ്ററിൽ പോയി കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടും. അത് എല്ലാ കൈൻഡ് ഓഫ് ഓഡിയൻസിനും. സോ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ബൈ.